അരുവികളുടെ സംഗമതീരത്തൊരാലയം, അത് പുണ്യപുരാതന ദൈവാലയം. അരുവികളുടെ സംഗമതീരത്തൊരാലയം, അത് പുണ്യപുരാതന ദൈവാലയം. അഗതികളുടെ ആശയായി പ്രതീക്ഷയായി പ്രമോദമായി അരുവിത്തുറ വല്യച്ഛൻ വാഴും ദൈവാലയം. അരുവികളുടെ സംഗമതീരത്തൊരാലയം, അത് പുണ്യപുരാതന ദൈവാലയം. അഗതികളുടെ ആശയായി പ്രതീക്ഷയായി പ്രമോദമായി അരുവിത്തുറ വല്യച്ഛൻ വാഴും ദൈവാലയം. അരുവിത്തുറ അരുവിത്തുറ അഴകിത്തുറ വിശ്വാസിക്കാശ്വാസത്തുറയാണെന്നേ. അരുവിത്തുറ അരുവിത്തുറ കൃപയുടെ അഭിഷേകത്തുറ അനുഗ്രഹത്തുറയാണെന്നേ. മതസൗഹാർദ്ദത്തുറയാണെന്നേ. അരുവിത്തുറ അരുവിത്തുറ അഴകിത്തുറ വിശ്വാസിക്കാശ്വാസത്തുറയാണെന്നേ. അരുവിത്തുറ അരുവിത്തുറ കൃപയുടെ അഭിഷേകത്തുറ അനുഗ്രഹത്തുറയാണെന്നേ. മതസൗഹാർദ്ദത്തുറയാണെന്നേ. കഥ പറയും ആറ്റൂരം കഥ പറയും നൂറ്റാണ്ടുകൾ കഥ പറയും ആറ്റൂരം കഥ പറയും. മാത്തോമാ ശ്രീനാഥൻ പാദപുഷ്പങ്ങളെ ചുംബിക്കാൻ ഭാഗ്യം കൈവന്ന മണ്ണിൽ. മാത്തോമാ ശ്രീനാഥൻ പാദപുഷ്പങ്ങളെ ചുംബിക്കാൻ ഭാഗ്യം കൈവന്ന മണ്ണിൽ. കുരിശ് പ്രദക്ഷിണം ദേവാലയ മുറ്റത്ത് നിന്ന് പ്രധാന റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന ഭാഗത്ത് ഭക്തിപൂർവ്വം അണിനിരക്കുവാനായി പരിശ്രമിക്കാം. 101 പൊൻകുരിശുകളാണ്, സ്വർണ്ണ കുരിശുകളാണ് ഈ പ്രദക്ഷിണത്തിൽ സംവഹിക്കപ്പെടുന്നത്. 100 പൂർണ്ണതയുടെ അടയാളമാണ്. 101 എന്നത് പൂർണ്ണതയുടെ തികവിന്റെ അടയാളമാണ്. കുരിശ് പ്രദക്ഷിണ ഭംഗിയുടെ മുമ്പോട്ട് നീങ്ങുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അതിലെ സഹകാരികളാവാൻ പരിശ്രമിക്കാം. 101 പൊൻകുരിശുകൾ, 101 സ്വർണ്ണ കുരിശുകൾ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണ ഭക്തി നിർഭരമായി മുന്നോട്ട് നീങ്ങുകയാണ്. മുത്തുകുടകൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സൺഡേ സ്കൂളിന്റെ ഓഫീസിന്റെ സമീപത്തേക്ക് ചെല്ലണമെന്ന് അറിയിക്കുന്നു.
മുത്തുകുടകളെടുത്ത് ഈ പ്രദക്ഷിണത്തിൽ അണിനിരക്കുവാൻ ഇനി ആരെങ്കിലും ആഗ്രഹിക്കുമെങ്കിൽ അവർ സൺഡേ സ്കൂളിന്റെ ഓഫീസിന് സമീപത്തേക്ക് ചെല്ലണമെന്ന് അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് 101 പൊൻകുരിശുകൾ ഇതാ നമ്മുടെ കൺമുമ്പിലൂടെ സ്വർഗീയ പ്രഭ ചിന്തിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനം നൽകിക്കൊണ്ട് ഈ നഗരത്തിന്റെ വീഥികളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം. ഇത് കുരിശാണ്, ഈശോയുടെ പ്രതീകമാണ്, സഹനത്തിന്റെ പ്രതീകമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്, ക്ഷമയുടെ അടയാളമാണ്, സാഹോദര്യത്തിന്റെ അടയാളമാണ്, ദൈവത്തിന്റെ വിജയത്തിന്റെ അടയാളമാണ്, കാരുണ്യത്തിന്റെ പ്രതീകമാണ്. നമ്മൾ ഈ കുരിശുകളിലെല്ലാം കാണുന്നത് ഈശോയെ തന്നെയാണ്. ഒരു വിശ്വാസി എവിടെ നോക്കിയാലും കാണുന്നത് ഈശോയുടെ കുരിശിനെയാണ്, ഈശോയുടെ സാന്നിധ്യമാണ് എന്നതാണ്. ഇത്രയേറെ കുരിശുകൾ നൽകുന്ന മറ്റൊരു സൂചന. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിറമുള്ള കുരിശുകൾ സ്വർഗത്തിന്റെ പ്രത്യേക സൂചനയാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ചരിത്ര പ്രസിദ്ധമായ അരിവിത്ര ദേവാലയം ഇതിന്റെ മുകളിൽ നിന്ന് വീക്ഷിച്ച ഒരു കുരിശിന്റെ ആകൃതിയാണ്. ഈ ഭൂമിയിൽ ദൈവം പതിച്ചിരിക്കുന്ന സ്ഥാപിച്ചിരിക്കുന്ന രക്ഷയുടെ അടയാളമാണ് കുരിശ്. ആ കുരിശിന്റെ ആകൃതിയിലാണ് നമ്മുടെ ഈ സ്നേഹം നിറഞ്ഞ അരിവിത്ര പള്ളി രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ദൈവസ്നേഹത്തിന്റെ വലിയ അടയാളമായി നമ്മൾ കാണുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തുടങ്ങുന്നത് വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ടാണ്. നമ്മുടെ പല ആരാധനകളും അവസാനിപ്പിക്കുന്നത് വിശുദ്ധ കുരിശിന്റെ ആശീർവാദത്തോടെയാണ്. കുരിശ് ഒരു അധിക ചിഹ്നമാണ്, ഒരു പോസിറ്റീവ് സൈനാണ്. ദൈവം മനുഷ്യനെ കൂടുതലായി സ്നേഹിച്ചു എന്നതിന്റെ അടയാളമാണ്. ദൈവം മനുഷ്യനോട് അധികമായി ക്ഷമിച്ചു എന്നതിന്റെ അടയാളമാണ്. ഇംഗ്ലീഷിൽ കുരിശിന് ക്രോസ് എന്നാണ് പറയുക. ഈ ഭൂമിയിൽ നിന്ന് മറ്റൊന്നിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, ക്രോസ് ചെയ്യാൻ ദൈവം നൽകിയിരിക്കുന്ന ഗോവിണിയാണ് കുരിശ്. ആ വലിയ സത്യമാണ് നമ്മുടെ പീഡകളിൽ ഇതൊരു കുരിശാണല്ലോ എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അനുസ്മരിക്കുന്നത്. ഇങ്ങനെ ആത്മീയമായി ഒരു 100 അർത്ഥമുള്ള വിശുദ്ധ കുരിശിനെയാണ് ഇപ്പോൾ നമ്മൾ ഭക്തിപൂർവം ഈ പ്രദക്ഷിണത്തിലൂടെ ബഹുമാനിക്കുന്നത്, ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ, ഭക്തിപൂർവം ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരാൻ നമുക്ക് പരിശ്രമിക്കാം. ആരെങ്കിലും ഇനിയും മുത്തുകുടകൾ എടുത്ത് ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ സൺഡേ സ്കൂൾ ഓഫീസിന് സമീപത്തേക്ക് ചെല്ലണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഈ പ്രദക്ഷിണത്തിന് പങ്കാളികളാകാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ കാഴ്ചക്കാരില്ല, പങ്കെടുക്കുന്നവരും ഈ തിരുനാളിന്റെ അനുഗ്രഹം ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമത്തിൽ, തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് ഈ നഗര പ്രദക്ഷിണത്തിൽ, ഈ കുരിശ് പ്രദക്ഷിണത്തിൽ 101 കുരിശുകൾ സംവഹിക്കുന്ന ഈ പ്രദക്ഷിണത്തിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായെ അരുവിത്തുറ വല്ലിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗീവർഗീസ് സഹദായെ അരുവിത്തുറ വല്ലിച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗീവർഗീസ് സഹദായെ അരുവിത്തുറ വല്ലിച്ച ഈ നാടിനു വേണ്ടി അപേക്ഷിക്കണമേ. പാദം
കാത്തു കാത്തു നിൽക്കൂ ആയിരങ്ങൾ കാത്തു കാത്തു നിൽക്കൂ അരുവിത്തുറയുടെ ആത്മചൈതന്യമേ അശ്വാരൂഢനായി വാഴും സഹദായേ തിക്കും തിരക്കും കൂട്ടേണ്ടതില്ല. ഭക്തിനിർഭരമായി പ്രാർത്ഥനാപൂർണമായി നമുക്ക് ഈ പ്രദക്ഷിണം നടത്തണം. കാത്തു കാത്തു നിൽക്കൂ ആയിരങ്ങൾ കാത്തു കാത്തു നിൽക്കൂ യേശുവിൻ